സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി മോദി അധികാരത്തിലേറിയപ്പോൾ മുതൽ മുന്നോട്ട് വെച്ച പദ്ധതികൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ മോദിയുടെ ഈ പ്രഖ്യാപനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഇന്ത്യയിലെ സാധാരണ സ്ത്രീകളുടെ നിലവിലുള്ള അവസ്ഥ. മോദിയുടെ തന്നെ ശബ്ദ സന്ദേശത്തോടൊപ്പം ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരസ്യത്തിൽ രാജ്യത്തെ സ്ത്രീകളുടെ ഇടയിൽ പൊണ്ണത്തടി വർദ്ധിച്ചു വരികയാണെന്നും അത് നിയന്ത്രിക്കാൻ എണ്ണ അമിതമായി ഉപയോഗിക്കുന്ന ഭക്ഷണം ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട്. എന്നാൽ സത്യാവസ്ഥ ഇതൊന്നുമല്ല. ഭക്ഷ്യസുരക്ഷിതത്വം ഇല്ലായ്മയും പോഷകക്കുറവും പട്ടിണിയും സ്ത്രീകളുടെ പൊണ്ണത്തടിക്ക് കാരണമാണ്. ഇന്ത്യയിലെ സ്ത്രീകളുടെ പൊണ്ണത്തടിക്ക് കാരണം ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതിരിക്കുകയും കിട്ടുന്ന ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം കഴിച്ച് വിശപ്പടക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നതാണ്. കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങളിലെ 14% പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരാണ്. കുട്ടികളിൽ ഇത് 17%-ഓളം കൂടുതലുമാണ്. അത്രയധികം മനുഷ്യർ പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ ശരിയായ ഭക്ഷണം ലഭിക്കാതെ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് സ്ത്രീകളുടെ പൊണ്ണത്തടിയെ ചൂണ്ടിക്കാട്ടി ഒരു പരസ്യം ചെയ്ത് കേന്ദ്രം ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നത്. എല്ലാവർക്കും കൃത്യമായതും ഗുണമുള്ളതുമായ ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന പൊതുബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം പരസ്യങ്ങൾ കൊണ്ട് കേന്ദ്രം ചെയ്യുന്നത്. രാജ്യത്ത് പുരുഷന്മാരുടെ വരുമാനത്തിന്റെ 1/3 മാത്രമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ മൂടി വെച്ചുകൊണ്ടാണ് ഇത്തരം തെറ്റിദ്ധാരണ നൽകുന്ന പ്രചാരണങ്ങൾ നടത്തുന്നത്. ഇനി ആരോഗ്യമെന്ന ഘടകം പരിശോധിക്കുമ്പോൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയാണ് ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്നത്. സ്ത്രീകളുടെ ആയുർദൈർഘ്യം പോലും പുരുഷന്മാരെക്കാൾ കുറവാണ് രാജ്യത്തെ സ്ത്രീകൾക്ക്. അത് മാത്രമല്ല, ലോകത്ത് ഏറ്റവും അധികം മാതൃമരണം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഗർഭിണിയായിരിക്കുമ്പോഴോ ഗർഭകാലം അവസാനിച്ച് 42 ആഴ്ചയ്ക്കുള്ളിലോ മരിക്കുന്ന അവസ്ഥയാണ് മാതൃമരണം. ഇത്തരം മരണങ്ങളുടെ കാരണം മിക്കവാറും സാഹചര്യങ്ങളിൽ പോഷകാഹാരക്കുറവോ പട്ടിണിയോ ഒക്കെ തന്നെ ആയിരിക്കും. ആരോഗ്യ സംവിധാനങ്ങളുടെ നിലവാര തകർച്ചയാണ് മറ്റൊരു ഘടകമായി കാണുന്നത്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയധികം തകരാറിലാവുകയും വികസനത്തിലും സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിലും ഇന്ത്യ കൂപ്പുകുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പൊതുജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം പോലും പുറത്തിറക്കിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയിലും സ്ഥിതി മറ്റൊന്നല്ല. ധർമ്മസ്ഥല പോലെയുള്ള സംഭവങ്ങളും നാട്ടിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലൊന്നും ശ്രദ്ധ ചെലുത്താത്ത കേന്ദ്ര സർക്കാരിന്റെ PR വർക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പരസ്യം ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിക്കുകയും കൂടെയാണ് സർക്കാർ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.